5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഈ കൊലപാതകത്തിൽ ആദിക്ക് ഒരു പങ്കുമില്ലേ? ഇല്ല, ആദി നിരപരാധിയാ. പൂജ, അപ്പൊ ഈ അന്വേഷണം പൂജയിലെത്തി നിൽക്കുന്ന പൂജയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ആ ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്? സംശയം എന്താ? ഞാൻ ചെയ്ത കുറ്റത്തിനെന്തിനാ മറ്റൊരാൾ പ്രതിയാവുന്നത്? ഞാനാണ് ദത്തേട്ടൻ അന്വേഷിക്കുന്ന കുറ്റവാളി. വാ, വന്ന് വണ്ടി കയറ്. മോളെ, അവൾ എങ്ങോട്ടും വരുന്നില്ല. അത് കൊള്ളാം. പ്രതി കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് എനിക്ക് കൊണ്ടുപോയല്ലേ പറ്റൂ. കളക്ടർക്ക് അറിയാൻ വയ്യാത്തൊന്നുമല്ലല്ലോ ഈ നാട്ടിലെ നിയമം. അതിന് കൊന്നത് അവളാണെങ്കിൽ കൊണ്ടുപോയാ പോരെ. അവനെ കൊല്ലിച്ചത് ഞാനാ. ഇരുമ്പൻ ജോസിന് കൊട്ടേഷൻ കൊടുത്തത് ഞാനാ. അമ്മ, നിന്നെ രക്ഷിക്കാൻ ആദ്യ കുറ്റം ഏറ്റെടുത്തതുപോലെയോ അല്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി നീ കുറ്റം ഏറ്റെടുത്തതുപോലെയോ അല്ല ഇത്. യഥാർത്ഥ കൊലയാളി ഞാനാ. എന്റെ മകളുടെ ജീവിതം രക്ഷിക്കാൻ എനിക്ക് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നു. ഷാനു എന്ന കൊടും ക്രിമിനലിനെ കൊല്ലേണ്ടി വന്നു. അബദ്ധത്തിൽ പെട്ടുപോയ ഇരയായിരുന്നു സെബാൻ. എന്റെ ലക്ഷ്യം ഷാനു മാത്രമായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും എന്തിനായിരുന്നു ഈ നാടകം? IASഉം IPSഉം തമ്മിൽ ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ. എന്റെ നാവിൽ നിന്ന് ഇത് കേൾക്കാനായിരുന്നെങ്കിൽ ദത്തന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. സാക്ഷിപ്പട്ടികയിൽപ്പെടുത്തി എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയപ്പോ തന്നെ ഞാൻ ഊഹിച്ചു സാക്ഷിയാക്കാനല്ല പ്രതിയാക്കാനാണ് എന്നെ ക്ഷണിക്കുന്നതെന്ന്. അതിനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. ഞാനാണ് അവനെ കൊല്ലിച്ചത്. പിന്നെ ഞാൻ എന്താ വേണ്ടിയിരുന്നത്? രക്ഷപ്പെടാനാവാത്ത വിധം എന്റെ മകൾ പെട്ടുപോയി എന്നറിഞ്ഞപ്പോ എന്റെ മുന്നിൽ വേറെ മാർഗമില്ലായിരുന്നു. അവളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അടുപ്പമോ സമയമോ ഞങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നു. അന്ന് ഞാൻ അരുതെന്ന് അവളോട് പറഞ്ഞാലും ഇവക്ക് മനസ്സിലാകുമായിരുന്നില്ല. കാരണം എനിക്ക് അവളെയോ അവക്ക് എന്നെയോ മനസ്സിലാകുന്ന കാലമായിരുന്നില്ല അത്.
എന്റെ മകൾ ഇങ്ങനൊരു കുടുക്കിൽ ചെന്ന് പെട്ടത് ഒരുപാട് വൈകിയാ ഞാൻ അറിഞ്ഞത്. ഞാൻ അവനെ ചെന്ന് കണ്ട് രഹസ്യമായി സെറ്റിൽ ചെയ്യാൻ നോക്കി. എത്ര പണം വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അവൻ കൂട്ടാക്കിയില്ല. അവന് വേണ്ടത് പൂജയായിരുന്നു. സ്നേഹിക്കാനും ചേർത്ത് പിടിച്ചൊരു ജീവിതം കൊടുക്കാനൊന്നുമല്ല, വിലപേശാൻ. ഇവളെ വെച്ച് ഞങ്ങളോട് വിലപേശാൻ. ഇവള് പറഞ്ഞതുപോലെ ഇവളുടെ ആദ്യ കാമുകനായിരുന്നില്ല ഷാനു.